ഈ ആഴ്ചയിൽ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട തൊഴിൽ വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കുന്നതിനാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ഫെബ്രുവരി 2 വരെയാണ് സമയം ദീർഘിപ്പിച്ചിരിക്കുന്നത്. കോവിഡ് സാഹചര്യത്തിൽ 2020 ജനുവരി മാസം മുതൽ പുതുക്കേണ്ട രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് 2021 മെയ് വരെ സാവകാശം അനുവദിച്ചു. റെയിൽവേയിൽ 523 അപ്രന്റീസ് ഒഴിവുകൾ ഡിസംബർ 1 വരെ അപേക്ഷിക്കാം. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ 413 അപ്രന്റീസും റായ്ബറേലിയിലെ മോഡേൺ കോച്ച് ഫാക്ടറിയിൽ 110 അപ്രന്റീസ് ഒഴിവുകളുമാണ് ഉള്ളത്. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ റായ്പൂരിലെ ഡിവിഷണൽ റെയിൽവേ മാനേജർ ഓഫീസിലും വാഗൺ റിപ്പയർ ഷോപ്പിലുമാണ് അവസരം. ഓൺലൈനായി വേണം അപേക്ഷിക്കേണ്ടത്. പ്രായപരിധി 15 വയസ്സ് പൂർത്തിയായിരിക്കണം. 24 വയസ്സ് കവിയാൻ പാടില്ല. SC/ST വിഭാഗത്തിന് 5 വർഷവും OBC വിഭാഗത്തിന് 3 വർഷവും വിമുക്ത ഭടൻ ഭിന്നശേഷി വിഭാഗത്തിന് 10 വർഷവും വയസ്സിളവ് ലഭിക്കും. അപേക്ഷിക്കേണ്ട വിധം ഇങ്ങനെയാണ്. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ അപേക്ഷിക്കാനായി www.apprenticeshipindia.org എന്ന വെബ്സൈറ്റ് കാണുക. വിശദവിവരങ്ങൾക്ക് sccer.indianrailways.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മോഡേൺ കോച്ച് ഫാക്ടറിയിൽ അപേക്ഷിക്കാനായി www.mcfrecruitment.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ 1. +2 യോഗ്യതയുള്ളവർക്ക് സുവർണ അവസരം. 6000-ലധികം ഒഴിവുകൾ, 81,000 രൂപ വരെ ശമ്പളം. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷാ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. +2 പാസ്സായവർക്ക് പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പരീക്ഷ പാസ്സായവർക്ക് LD ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, പോസ്റ്റൽ അസിസ്റ്റന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. തപാൽ വകുപ്പിൽ ഇൻഷുറൻസ് ഏജന്റ് ഫീൽഡ് ഓഫീസർമാരെ നിയമിക്കുന്നു. പോസ്റ്റൽ ഡിവിഷനിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഗ്രാമീണ തപാൽ ഇൻഷുറൻസ് വിപണനത്തിനായി കമ്മീഷൻ വ്യവസ്ഥയിൽ 18-നും 50-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതർ, സ്വയം തൊഴിൽ ചെയ്യുന്ന യുവതീ യുവാക്കൾ തുടങ്ങിയവരെ ഡയറക്ട് ഏജന്റായും 65 വയസ്സിൽ താഴെ പ്രായമുള്ള കേന്ദ്ര സംസ്ഥാന സർവീസിൽ നിന്നും വിരമിച്ചവരെ ഫീൽഡ് ഓഫീസറായി നിയമിക്കുന്നു. ഏജൻസി അപേക്ഷകർ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അപേക്ഷകർ മൊബൈൽ നമ്പർ ഉൾപ്പെടുത്തിയ ബയോഡേറ്റ, വയസ്സ്, യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം postdirector.clt@gmail.com എന്ന ഇമെയിലിലേക്ക് അയക്കണം. ഇന്റർവ്യൂ തീയതി അപേക്ഷകരെ നേരിട്ട് അറിയിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്നവർ NSC KVP-ആയി 5000 രൂപയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കെട്ടിവെക്കണം. അവസാന തീയതി ഡിസംബർ 2. SBI 2000 പ്രൊബേഷണറി ഓഫീസർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SBI PO 2020 പരീക്ഷയുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വിശദവിവരങ്ങൾക്ക് SBIയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ sbi.co.in അല്ലെങ്കിൽ കരിയേഴ്സിൽ ലഭ്യമാണ്. 2000-ഓളം ഒഴിവുകൾ നികത്താനാണ് SBI PO പരീക്ഷ നടത്തുന്നത്. നവംബർ 13-ന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഡിഗ്രിയാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. 2020 ഡിസംബർ 31-നോ അതിനു മുൻപോ ഡിഗ്രി പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. ഫൈനൽ ഇയർ, ഫൈനൽ സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ അവസരമുണ്ട്. എന്നാൽ ഇന്റർവ്യൂ വേളയിൽ ഡിസംബർ 31-ന് മുൻപ് ഡിഗ്രി പാസ്സായെന്ന് കാണിക്കുന്ന രേഖ ഹാജരാക്കണം. 21 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. 2020 ഏപ്രിൽ 1 അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുന്നത്. 1990 ഏപ്രിൽ 2-ന് മുൻപോ 1999 ഏപ്രിലിന് ശേഷമോ ജനിച്ചവർക്ക് 2 തീയതികളും ഉൾപ്പെടും. സമ്പന്ന വിഭാഗക്കാർ ഉൾപ്പെടുന്ന ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കാൻ SBIയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. SBI PO രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ വിൻഡോ വരും. അവിടെ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. വേണ്ട വിവരങ്ങൾ നൽകി അപേക്ഷാ ഫോം പൂരിപ്പിക്കാം. ഡിസംബർ 4 വരെ അപേക്ഷിക്കാനും ഫീസ് അടയ്ക്കാനും അവസരമുണ്ട്. പ്രിലിമിനറി പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് ഡിസംബർ 3-ാമത്തെ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. 2020 ഡിസംബർ 31, 2021 ജനുവരി 2, 4, 5 തീയതികളിലായി ഓൺലൈൻ പ്രിലിമിനറി പരീക്ഷ നടക്കും. ജനുവരി 20-നാണ് ഓൺലൈൻ മെയിൻ പരീക്ഷ. ഇനി ഒരാഴ്ചയിലെ തൊഴിൽ വാർത്തകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.